ഡോക്ടർ സി എ ഐസക്, താങ്കളോടാണ് ചോദ്യം. ഈ അയോധ്യ നമുക്ക് രാജ്യത്തിന് വരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്തായിട്ട് കണക്കാക്കാം? തീർച്ചയായിട്ടും അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 20ാം നൂറ്റാണ്ടിലെ വളർച്ചയുടെ ചരിത്രം, അതിനു മുമ്പ് ടീ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ഏകോഹ്യം ഉണ്ടാക്കി ഒരുതരം എല്ലാവരെയും മെഴുക്കുവരുത്തി പരുവത്തിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യം നോക്കാൻ വേണ്ടി അയാൾ ചെയ്ത അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമല്ല, അദ്ദേഹം ഇതാണ് ചെയ്തത്. ബാലഗംഗാധര തിലകന്റെ കാലത്താണ് ദേശീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമായി സാധാരണക്കാരായ ജനങ്ങള്, ഗ്രാമീണര്, പട്ടണത്തിൽ താമസിക്കുന്നവര് എല്ലാവരും ചേർന്ന ഒരു മഹാപ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നത്. ബാലഗംഗാധരൻ ചെയ്തത് ഹിന്ദു ദേശീയതയെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള, ഗണേശോത്സവത്തെ ഒരു ദേശീയോത്സവമാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ ബാലഗംഗാധരനാണ്. അതിനുശേഷമാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജി വന്നപ്പോഴും അദ്ദേഹം മുറുകെ പിടിച്ചത് രാമരാജ്യമാണ്. അപ്പൊ ഈ രാമരാജ്യത്തെ പറ്റിയുള്ള ആശയങ്ങൾ അല്ലെ ഭാവനകൾ മാത്രമേ ഇനി മേലിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയുള്ളൂ എന്നാണ്. അത് നമ്മുടെ ദേശീയതയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് രാമരാജ്യം, ഈ രാമജന്മഭൂമി എന്ന് പറയുന്നത്. എല്ലാവരുടെയും അഭിലാഷമായിരുന്നു രാമന്റെ ജന്മഭൂമി. അത് ആദർശ് പറഞ്ഞ ഒരു ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് ജനറൽ സെക്രട്ടറി വഴിയെ പോകുമ്പോൾ രാത്രിയില് ഇന്ത്യൻ ICHR ഓഫീസിൽ ലൈറ്റ് കത്തി കിടക്കുന്നതിനോട് കടന്നു ചെല്ലുമ്പോൾ ബാബറി മസ്ജിദിന്റെ ആക്ഷൻ കൗൺസിൽ കൂടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇർഫാൻ ഹബീബ് ആക്ഷൻ കൗൺസിലാണ് മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കയറാൻ അവർക്ക് ആർക്കും അവകാശമില്ല, മെമ്പർമാർക്ക് മാത്രമേ അവകാശമുള്ളൂ, അല്ല അവിടുത്തെ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹം ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ ദേശീയതയ്ക്കെതിരായി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അന്നത്തെ മെമ്പർ സെക്രട്ടറി എന്നോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് രസകരമായ കാര്യം, ഈ മനുഷ്യനോട് KK മുഹമ്മദ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ്, അയാളായിരുന്നു ഈ അയോധ്യയിലെ ഉത്ഖനനം നടത്തിയത്. അയോധ്യ ഉത്ഖനനം പത്തടി താഴ്ചയില് ഒരു ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിൽ നശിച്ചു പോയ ഒരു 8ാം നൂറ്റാണ്ടിൽ പണ്ട് ഒരു ക്ഷേത്രമാണ് അവിടെ കാണുന്നതെന്ന് പറഞ്ഞു. അത് ഹിന്ദുക്കളുടെയാണ്, നമുക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ KK മുഹമ്മദിനെ തട്ടിക്കേറിയ സംഭവം KK മുഹമ്മദ് എന്നോട് വിവരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ദേശീയതയ്ക്ക്, ഭാരതത്തിന്റെ വളർച്ചയ്ക്ക്, ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് അനിവാര്യമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമായിട്ട് കണക്കാക്കരുത്, അത് ഉപാസനാ സമ്പ്രദായങ്ങളുടെ ആകത്തുകയാണ്. നിരവധി ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്. ശിവഭക്തരുണ്ട്, വിഷ്ണു ഭക്തരുണ്ട്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, മഹാവീരനുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ്. എന്തിനേറെ ക്രിസ്തു പോലും അറിയപ്പെടാത്ത നാളുകള് അത് ഭാരതത്തിൽ കാശ്മീരിലായിരുന്നു എന്ന് ഈ അടുത്ത കാലത്ത് നിരവധി പുസ്തകങ്ങൾ, യൂറോപ്യൻസിന്റെ തന്നെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിന്റെ പാരമ്പര്യത്തിന്റെ കണ്ണികളെ ഛേദിക്കാനായിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചത്. ഇർഫാൻ ഹബീബെ പോലുള്ള ഭീകര പ്രസ്ഥാനത്തെ പാലുകുട്ടി വളർത്തുന്ന ഇർഫാൻ ഹബീബ് എന്ന് തന്നെ ഞാൻ പറയുന്നത്, അടിവരായിട്ട് പറയുന്നു. എനിക്കൊരു ഭയവുമില്ല. അയാള് ICHR കാണിച്ചതെന്താണ്? ICHR നിന്നുകൊണ്ട് സർക്കാരിന്റെ പണം വാങ്ങിച്ചുകൊണ്ട് അയാൾ ബാബറി മസ്ജിദിന്റെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയാണ് ചെയ്ത് നടത്തുകയാണ്, എന്റെ മീറ്റിംഗ് നടത്തുകയാണ് ചെയ്ത്. അപ്പൊ ഭാരതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തില് യാതൊരു സംശയവുമില്ല. രാമ ജന്മഭൂമി മാത്രമല്ല, നീ കൃഷ്ണന്റെ ഉണ്ട്, അതുപോലെയുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്, ഇതുപോലെ അന്യാധീനപ്പെട്ടു പോയ സ്ഥലങ്ങളുണ്ട്. അത് ഓരോന്നും റിക്കവർ ചെയ്ത് എടുക്കേണ്ട ചുമതലകളുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല. രാമന്റെ പ്രതിഷ്ഠ, ശ്രീരാമ പ്രതിഷ്ഠ കൊണ്ട് തീർന്നില്ല, അയോധ്യ കൊണ്ട് തീർന്നില്ല. ഇനി നമുക്ക് കാശിയുണ്ട്, അതുപോലെ മധുരയുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് റിക്കവർ ചെയ്യാറുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന്റെ കണ്ണികളെ മുഴുവൻ വിളക്കി ചേർക്കണം. ഓരോന്നും വിളക്കി ചേർത്തിട്ട് ആ പാരമ്പര്യത്തെ നൂറ്റം കൊള്ളാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തയ്യാറാവണം. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കണം. അവർ തയ്യാറാണ്, പക്ഷെ അവർക്ക് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കത്തില്ല. അവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയാണ്, ഇത്തരം സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണ്. നമ്മുടെ ദേശീയതയുടെ ആ വിഷയത്തെ വരുമ്പോഴേക്കും അവരെ ദേശീയതയെ ഒരുതരം വൈദേശിക ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ മാറി, അതിന്റെ കാലമൊക്കെ മാറി. പാഠപുസ്തകങ്ങൾ ഇനിയും വരാൻ പോകുന്നു. പാഠപുസ്തകങ്ങളിൽ കൂടാണ് പഠിച്ചു വരേണ്ടത്. എല്ലാവരും പഠിക്കുന്ന പാഠപുസ്തകങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ സയൻസോ എക്കണോമിക്സോ കൊമേഴ്സോ ഒക്കെ മാറും. പക്ഷേ എല്ലാവരും പഠിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത്
6ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് മുതലുള്ള ഈ സ്ഥലത്താണ്. ആ സ്ഥലത്ത് യാതൊരു സംശയവുമില്ല ചരിത്രം, ഇത്തരം ചരിത്രങ്ങൾ പഠിപ്പിക്കണം. രാമൻ ജന്മഭൂമി കൊണ്ട് തീർന്നില്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറുകയാണ് ചെയ്തത്. നമുക്ക് ഇനിയും കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നിരൂപിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു നിരൂപിച്ചു കഴിഞ്ഞാൽ ഏത് സാധ്യമാകും? ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ മതപരമായിട്ടല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ദേശീയതയുടെ പേരാണ്, എന്റെ ദേശീയതയാണ്, എന്റെ മഹത്തായ ദേശീയതയാണ്. തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു പൈതൃക സ്വാഭിമാന വീണ്ടെടുക്കലിന്റെ ഒരു പക്ഷേ സുവർണ ചരിത്രം കൂടിയാണ് അയോധ്യ നമുക്ക് മുമ്പിൽ ഉദാഹരണമായി തലയെടുപ്പോടുകൂടി നിൽക്കുന്നത്.